ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ അംറും ബിൽ മഅറൂഫ് വ നഹിയും അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അതായത് നമ്മൾ നന്നാവുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നന്മകൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന തിന്മകൾ മറ്റുള്ള ആളുകളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടണം. ഇസ്ലാമിന് വളരെ ഒരു സാമൂഹിക കാഴ്ചപ്പാട് കൂടിയാണ് അതിലൂടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ആളുകളോട് നല്ലത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മൾ ആളുകളിൽ നിന്ന് ഒരു തെറ്റിനെ, ഒരു തിന്മയെ വിലക്കുമ്പോൾ, അത് പാടില്ല എന്ന് മറ്റൊരാളോട് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ നിന്ന് അത് ഒഴിവാക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതിലിപ്പോൾ മാതാപിതാക്കൾക്കും ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പം നമ്മൾ പലപ്പോഴും മാതാപിതാക്കൾ മക്കളെ വളർത്തുമ്പോൾ അവരിൽ കുറേ നന്മകൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കും. അപ്പോൾ മദർസയിലൊക്കെ കൊണ്ടുപോയി ചേർക്കുന്നത് അങ്ങനെയാണ്. മദർസയിലൊക്കെ ചേർക്കുമ്പോൾ മദർസയിൽ പല കാര്യങ്ങളും പഠിപ്പിക്കും, കുറേ നന്മകൾ പഠിപ്പിക്കും. അപ്പോൾ ഉപ്പയും ഉമ്മയുമൊക്കെ അതിലൂടെ പ്രതീക്ഷിക്കുന്നത് എന്താണ്? മക്കളുടെ ജീവിതത്തിൽ അതിൻ്റെ ആ നന്മകൾ ഉണ്ടാവണം എന്നാണ്. പക്ഷെ മദ്രസയിൽ പഠിപ്പിച്ചു എന്നതുകൊണ്ട് മാത്രം അതുണ്ടാവുമോ? ഇല്ല. മറിച്ച് മക്കൾ നോക്കുക എടുക്കുകയാണ്. നിങ്ങൾ മക്കളാണല്ലോ, നിങ്ങളെപ്പോഴും നോക്കുക ഉപ്പയും ഉമ്മയും എന്ത് ചെയ്യുന്നു എന്നാണല്ലോ നോക്കുക, അല്ലേ? അപ്പോൾ ഉപ്പയും ഉമ്മയും എന്ത് ചെയ്യുന്നു അവരായിരിക്കും റോൾ മോഡൽസ്. അപ്പോൾ അവരെ ജീവിതത്തിൽ ഈ നന്മ ഉണ്ടാകുമ്പോൾ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാവും. അങ്ങനെയാണ്. ഇപ്പോൾ മദർസ എന്നൊരു കുട്ടി പഠിക്കുകയാണ്, നുണ പറയാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല. വീട്ടിൽ വരുമ്പോൾ ഉമ്മ കളവ് പറയുന്നത് കാണുന്നു, ഉപ്പ കളവ് പറയുന്നത് കാണുന്നു. എന്താ നിങ്ങൾ മനസ്സിലാക്കുക? കളവ് പറയാന്നുള്ളത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. കാരണം ഉപ്പ കളവ് പറയുന്നില്ലേ, ഉമ്മ കളവ് പറയുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. നമ്മളിൽ നന്മകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരിലേക്ക് അത് പകർന്നു നൽകണമെങ്കിൽ നമ്മുടെ ലൈഫിൽ അതുണ്ടോ എന്ന് നോക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നന്മകളും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ മദർസയിലൊക്കെ പഠിക്കും, ആളുകളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. ആളുകളെ സഹായിക്കണം നമ്മൾ എന്നൊക്കെ പറയില്ലേ. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സഹായം ചോദിച്ചു വരുന്ന ഒരാൾക്ക് വീട്ടിൽ നിന്നൊന്നും കൊടുക്കാതെ പറഞ്ഞയച്ചാൽ കുട്ടികളെന്താ മനസ്സിലാക്കുക? കുട്ടികൾ മനസ്സിലാക്കും, അങ്ങനെ സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ മറിച്ച് വീട്ടിൽ ആരെങ്കിലുമൊക്കെ വന്ന് സഹായം ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഉള്ളത് കൊടുക്കുക. അല്ലെങ്കിൽ മക്കൾ നമ്മളെ ഇടയ്ക്കൊക്കെ യാത്ര പോകുമ്പോൾ കുറേ ആളുകൾ വല്ലതൊക്കെ ചോദിച്ചു വരുള്ളൂ, അല്ലേ? അപ്പോൾ അവരെ അവഗണിക്കുന്നതിന് പകരം നമ്മളുടെ കയ്യിൽ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉപ്പയോ ഉമ്മയോ കുറച്ച് പൈസ തന്നിട്ട് ഒരു 10 രൂപ തന്നിട്ട് ഇത് അവർക്ക് കൊടുക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവും? ആളുകളെ സഹായിക്കുന്നത് ഒരു നന്മയാണ് എന്നൊരു ബോധം ഉണ്ടാവും. ഇത് വളരെ പ്രധാനമാണ്. നമ്മുടെ ലൈഫിൽ നന്മകൾ ഉണ്ടാക്കി വെക്കുക. അപ്പോഴാണ് മറ്റുള്ളവരുടെ ജീവിതത്തിലും ആ നന്മ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുകയാണ്. ചില ആളുകൾ വിചാരിക്കും, നമ്മളെന്തിനാ ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ നോക്കുന്നത്? നമ്മളെ കാര്യം നോക്കിയാൽ പോരെ, നമ്മൾ നന്നായാൽ പോരെ, നമ്മളെ ചുറ്റുമുള്ള ആളുകൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോട്ടെ, ഓരെന്തെങ്കിലും ചെയ്തോട്ടെ, അതിലൊക്കെ ഇപ്പോൾ നമ്മൾ ഇടപെടണോ എന്നൊക്കെ ചിലർ ആലോചിക്കും. ഇസ്ലാം പറയുന്നത് ഇടപെടണം എന്നാണ്. കാരണം എന്താ? നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ നമ്മളെ ബാധിക്കൊന്നുമില്ല എന്നാണ് നമ്മൾ വിചാരിക്കണത്, അല്ലേ? അങ്ങനെയല്ല. എല്ലാ തിന്മകൾക്കും നമ്മളെ കൂടി ബാധിക്കാവുന്ന കുറേ കാര്യങ്ങൾ അതിലുണ്ടാവും. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. കുറേ ആളുകൾ ചേർന്ന് ഒരു കപ്പൽ ഷെയർ എടുത്തിട്ട് ഒരു കപ്പൽ വാങ്ങി. ആ കപ്പൽ വാങ്ങിയിട്ട് ആ കപ്പലിന് 2 തട്ടുണ്ടായിരുന്നു. താഴെ ഒരു തട്ട്, മുകളിലൊരു തട്ട്. അങ്ങനെ കുറച്ച് പേര് താഴെയും കുറച്ച് പേര് മുകളിലൊക്കെ ആയിട്ട് അവർ കപ്പലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ സന്തോഷത്തോടെ യാത്ര തുടങ്ങി. അങ്ങനെ യാത്ര അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ താഴെയുള്ള ആളുകൾക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുള്ളത് മുകളിലാണ്, വെള്ളമൊക്കെ ഉള്ളത് മുകളിലാണ്. അപ്പോൾ ഇവർക്ക് വെള്ളം ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യണം? മുകൾക്ക് ഇങ്ങനെ കയറിപ്പോകണം. അപ്പോൾ താഴെയുള്ള ആളുകൾ 2-3 പ്രാവശ്യമൊക്കെ അങ്ങനെ കയറിപ്പോയപ്പോൾ അവർക്ക് തോന്നി, ഇതൊരു പ്രയാസമല്ലേ, നമ്മളെന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഓരോ സമയത്തും കയറിപ്പോകുന്നത്? നമ്മുടെ താഴെ നോക്കിയൊക്കെ കുറേ വെള്ളമല്ലേ. നമ്മളിപ്പോൾ ഇവിടെ ഒരു ഓട്ട കുത്തിയാൽ, നമ്മളിപ്പോൾ താമസിക്കുന്ന ഈ സ്ഥലത്തൊരു ഓട്ട കുത്തിയാൽ, കപ്പലിൻ്റെ അടിയിലൊരു ഓട്ട വെച്ചാൽ കുറേ വെള്ളം അതിൽ നിന്ന് കിട്ടൂലേ. പിന്നെന്തിനാ അപ്പോൾ നമ്മൾ മുകൾക്ക് കയറി പോകുന്നത്? അപ്പോൾ ഈ ചർച്ച ചെയ്യുന്നത് മുകളിലുള്ള ആളുകൾ കേൾക്കുന്നുണ്ട്. മുകളിലുള്ള ആളുകൾ വിചാരിക്കുകയാണ്, ഓരുടെ ഭാഗത്തല്ല ഓട്ടെത്തുന്നത്, നമ്മളിപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ, ഓരെന്തെങ്കിലും ചെയ്തോട്ടെ, ഓരുടെ ഭാഗമല്ലേ എന്ന് വിചാരിച്ചാൽ എന്താ സംഭവിക്കുക?
ഇവർ ഓട്ട കുത്തി വെള്ളം കയറി എല്ലാവരും താന്നു പോവും, മുകളിലുള്ളവരും നശിച്ചു പോവും. അതേസമയം മുകളിലുള്ള ആളുകൾ അവരോട് പറയാണ്, വേണ്ട, അങ്ങനെ ഓട്ട കുത്തിയാൽ നമ്മുടെ കപ്പൽ താന്നു പോകും എന്ന് പറഞ്ഞാൽ അവരെ തടഞ്ഞാൽ എന്താ സംഭവിക്കുക? എല്ലാവരും രക്ഷപ്പെടും. ഇതുപോലെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടും ഡ്രഗ്സ് അതുപോലുള്ള കുറേ കാര്യങ്ങൾ ഒരുപാട് വർദ്ധിച്ചു കാണും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അതൊന്നും ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ അതൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. കാരണം അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിലേക്കും വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കണം, അതിനെ ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കണം, ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെയാകുമ്പോഴാണ് സമൂഹത്തിൽ നിന്നത് മാറ്റിവെക്കാൻ കഴിയുക. മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന തിന്മകൾക്ക് അതിന് കുറേ സോഷ്യൽ ഇമ്പാക്റ്റുകൾ ഉണ്ടാവുന്നതാണ്. സാമൂഹികമായ കുറേ ഫലങ്ങൾ തിന്മകൾക്കുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല ഹദീസിലും പറയുന്നുണ്ട്, ഒരു സമൂഹത്തിൽ അശ്ലീലത, മോശമായ കാര്യങ്ങൾ വ്യാപിച്ചാൽ അള്ളാഹു പലതരം അസുഖങ്ങൾ കൊണ്ട് അവരെ പരീക്ഷിക്കുന്നതാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, അപ്പോൾ എന്തൊക്കെ തരം അസുഖങ്ങളാണ് അത്? തെറ്റ് ചെയ്ത ആളുകളെ മാത്രമല്ല, ഏതാളെയും പിടികൂടാം ആ അസുഖങ്ങൾ. അപ്പോൾ ഒരു സമൂഹത്തിൽ ഇങ്ങനെ മോശമായ കാര്യങ്ങൾ, മോശമായ ചിത്രങ്ങൾ, വീഡിയോകൾ, അത്തരം കാര്യങ്ങൾ അതൊക്കെ ഇങ്ങനെ പ്രചരിച്ചാൽ എന്താ സംഭവിക്കുക? ആ സമൂഹത്തിൽ പലതരം അസുഖങ്ങൾ കൊണ്ട് അള്ളാഹു ശിക്ഷിക്കുന്നതാണ്. പിന്നെ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, ആളുകൾ ഈ തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തുമല്ലോ, കച്ചവടത്തിൽ അതുപോലെ ഇടപാടിൽ, ബിസിനസ്സിലൊക്കെ തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തിയാൽ വില വർധനവ് കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുന്നതാണ്. വില വർധനവ് ഉണ്ടാവും, ജീവിത ചെലവ് കൂടും. അതുപോലെ അനീതിയുള്ള ഭരണാധികാരികൾ ആ സമൂഹത്തിൽ വന്ന് അവർക്കതൊരു പരീക്ഷണമായി മാറും എന്നാണ്. അപ്പോൾ തിന്മകൾക്ക് സാമൂഹികമായ ഫലങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കും അതിപ്പോൾ ഓരോ വ്യക്തികളുടെ കാര്യമല്ലേ, അങ്ങനെയല്ല. വ്യക്തികളുടെ കാര്യം മാത്രമല്ല, അത് സമൂഹത്തെ ബാധിക്കുന്ന വിഷയമായിട്ടാണ് ഇസ്ലാം അതിനെ കാണുന്നത്. സക്കാത്ത് കൊടുക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സക്കാത്ത് കൊടുക്കാതിരുന്നാൽ ആകാശത്ത് നിന്ന് മഴ വർഷിക്കുന്നത് നിന്നുപോകും, അള്ളാഹു മഴ തരൂല. അങ്ങനെ മഴ പിന്നെയും അള്ളാഹു വല്ല മഴയും തരുന്നുണ്ടെങ്കിൽ അതെന്തിനാ? അത് നമ്മുടെ നാട്ടിലെ പശുവും പോത്തും ആടൊക്കെ ഉണ്ടല്ലോ, ഓർക്കും വെള്ളം വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അള്ളാഹു മഴ പെയ്ക്കുന്നതാണ്. അപ്പോൾ ഇതിലൂടെയൊക്കെ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ? തിന്മകൾ ചെയ്താൽ അത് ഒരു വ്യക്തിയിൽ മാത്രം, ആ തെറ്റ് ചെയ്ത ആളെ മാത്രം ബാധിക്കുന്നൊരു പ്രശ്നമല്ല, അത് ഈ ലോകത്ത് പലജാതി പ്രശ്നങ്ങളിൽ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തിന്മയെ തടയേണ്ടതുണ്ട്. അത് ആര് ചെയ്താലും അത് തടയണം. അനീതിയെ ചോദ്യം ചെയ്യണം. അതിനെ നിശബ്ദമായിട്ട് ഇരിക്കാൻ പാടില്ല. അപ്പോൾ എത്രയോ ആളുകൾ ജയിലിൽ കിടക്കുന്നു അല്ലേ? നമ്മൾ പരപ്പനങ്ങാടി സക്കരിയ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിരപരാധിയായി ജയിലിൽ കിടക്കുകയാണ്. ആ ആ വിഷയത്തിൽ നമ്മൾ നിശബ്ദരാകാൻ പാടില്ല. നമ്മൾ പ്രതികരിച്ചുകൊണ്ടേയിരിക്കണം, നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കണം. അവരുടെ നീതിക്ക് വേണ്ടി നമ്മൾ പോരാടിക്കൊണ്ടിരിക്കണം. അത് നമ്മളുടെ ഒരു ദൗത്യമാണ്, നമുക്കുള്ളൊരു പരീക്ഷണമാണത്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ്. അപ്പോൾ അത് തിന്മക്കെതിരായിട്ടുള്ള അത്തരം പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതാണ്. അപ്പോൾ പുതിയ കാലത്ത് നമുക്കറിയാം ഒരുപാട് വഴികളുണ്ട്. തിന്മകൾക്കെതിരെ പ്രതികരിക്കാൻ ഒരുപാട് വഴിയുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ, അതിൻ്റെ ഒരുപാട് മേഖലകളുണ്ട്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മൾ റീൽസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ വീഡിയോസ് ചെയ്യാറുണ്ട്, വ്ളോഗ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ ഇത്തരം കാര്യങ്ങൾ കൂടി, ഇത്തരം കണ്ടൻറ്റ് കൂടി ഉൾപ്പെടുത്തുക. കേവലം ആനന്ദത്തിനും വിനോദത്തിനുമുള്ള കണ്ടൻറ്റുകൾ ചെയ്യുന്ന പകരം ഇത്തരം സാമൂഹിക പ്രധാനമായ വിഷയങ്ങൾ അത് ഉൾപ്പെടുത്തിയിട്ടുള്ള കണ്ടൻറ്റുകൾ ഉണ്ടാവുക. അപ്പോൾ അത് റീൽസിലൂടെ അതുപോലെ വ്ളോഗിലൂടെ ഒക്കെ ചെയ്യുമ്പോൾ അതിനൊരുപാട് ഫലങ്ങളുണ്ടാവും. അപ്പോൾ സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് എന്നാണല്ലോ നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ള അത്തരം ആളുകളെക്കുറിച്ച് പറയുക. കാരണം അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ആ ഇൻഫ്ലുവൻസ് തെറ്റായി വന്നാൽ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, ഇപ്പോൾ തൊപ്പിനെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ തൊപ്പി ഗ്യാങ് അവർ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, കുറേ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അവർ തെറ്റായ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്താൽ അത് തിന്മകളായിട്ടാണത് മാറുക. അതുകൊണ്ടാണ് ഇപ്പോൾ കേസും കാര്യങ്ങളൊക്കെ വന്നത് നമുക്കറിയാമല്ലോ. അതേസമയം അതിനെ നന്മയിലേക്ക് ഉപയോഗപ്പെടുത്താം, നല്ല കാര്യങ്ങളിലേക്ക് വഴിതിരിച്ചു വിടാം. അപ്പോൾ അതിനു വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാം? സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ പറഞ്ഞു വന്നത്, നമുക്ക് കഴിയാവുന്ന രൂപത്തിലൊക്കെയും നന്മയുടെ വാഹകരായിട്ട് മാറാൻ കഴിയുക എന്നുള്ളതാണ്. തിന്മകളെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാതിരുന്നാൽ പോരെ എന്നാലോചിച്ചാൽ പോരാ. നമ്മൾ നന്നാവുന്നതോടൊപ്പം നമ്മുടെ ചുറ്റുപാട് നന്നാവണം, നമ്മളെ ചുറ്റുമുള്ള ആളുകൾ അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെയല്ലെങ്കിൽ സംഭവിക്കുന്നത് അള്ളാൻ്റെ ശാപം ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ ബനൂ ഇസ്രായേൽ എന്ന് പറയുന്നൊരു സമൂഹത്തെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്ത,
ഒരുപാട് ശ്രേഷ്ഠതകളൊക്കെ നൽകിയ കുറേ നബിമാരൊക്കെ അയച്ച് വലിയ അർത്ഥത്തിൽ അവർക്ക് ഇസ്ലാമും ദീനൊക്കെ പഠിപ്പിച്ചു കൊടുത്തൊരു സമൂഹമാണ്. പക്ഷെ ഓര് പിന്നീട് അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയമായി. അതിൻ്റെ കാരണം ഖുർആൻ പറയുന്നത് എന്താണ്? ലുഇനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീൽ അലാ ലിസാനി ദാവൂദ് എന്ന് പറഞ്ഞിട്ട് അവർ ശപിക്കപ്പെട്ടതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്, കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലു. അവർക്കിടയിൽ തെറ്റുകളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. അങ്ങനെ തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ പോലും അവരൊന്നും മിണ്ടൂല, അവർ പ്രതികരിക്കൂല. അങ്ങനെ അവർ നശിപ്പിക്കപ്പെട്ടു എന്നാണ്, അവർ ശപിക്കപ്പെട്ടു എന്നാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അവർ പരസ്പരം തെറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, ഒരുമിച്ചിരുന്ന് പാനീയങ്ങൾ കുടിക്കും, എന്നാൽ അവർ തെറ്റുകളെക്കുറിച്ച് പരസ്പരം ഉണർത്തൂല. അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള, ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കട്ടക്ക് കൂടെ നിൽക്കുക നമ്മൾ പറയല്ലോ അല്ലേ. അപ്പോൾ ഈ കട്ടക്ക് കൂടെ നിൽക്കുക എന്നാൽ എല്ലാത്തിനും അങ്ങനെ കട്ടക്ക് കൂടെ നിൽക്കാൻ പറ്റില്ല. തെറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ അവരോട് പറയണം, വേണ്ട, അത് പാടില്ല, ഞാൻ എന്തായാലും ആ കൂട്ടത്തിലില്ല, നീയും അത് ചെയ്യരുത് എന്ന് പറയാൻ പറ്റുന്നവരാണ് യഥാർത്ഥത്തിലുള്ള ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് തെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നിന്ന് കൊടുക്കുക, മോശമായ വാക്കുകൾ പറയുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുക, വേറെ സഹപാഠിയെ അല്ലെങ്കിൽ നമ്മുടെ വേറെ ഏതെങ്കിലും കുട്ടിയെ തല്ലാനും അടിക്കാനും പോകുമ്പോൾ അതിൻ്റെ കൂടെ നിന്ന് കൊടുക്കുക, അങ്ങനെയല്ല ഉണ്ടാവേണ്ടത്. അത് തെറ്റാണ്, അത് പാടില്ല എന്ന് പറഞ്ഞ് തിരുത്തി കൊടുക്കാൻ പറ്റണം. അതാണ് യഥാർത്ഥത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ നന്മ ഉണ്ടാവുക, അവരുടെ ജീവിതത്തിലും അതിൻ്റെ നന്മകൾ ഉണ്ടാവുക. അപ്പോൾ രണ്ട് കൂട്ടരിലും നന്മ ഉണ്ടാവുമ്പോഴാണ് സമൂഹത്തിലുടനീളം അതിൻ്റെ നന്മകൾ വ്യാപിക്കുക. ഇസ്ലാം ആഗ്രഹിക്കുന്നത് ഇത്തരം നന്മകൾ സമൂഹത്തിലുടനീളം ഉണ്ടാവണം എന്നാണ്. അതുണ്ടാവണമെങ്കിൽ നമ്മുടെ ലൈഫിൽ ആ നന്മ ഉണ്ടാവണം, നമ്മുടെ കൂട്ടുകാരൻ്റെ ലൈഫിലുണ്ടാവണം, നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ലൈഫിലുണ്ടാവണം. അവരിങ്ങനെ തെറ്റായ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അത് വേണ്ട എന്ന് പറയാൻ നമുക്ക് കഴിയണം. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് അല്ലേ. ചിലപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അവർ നമ്മളെ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ഒഴിവാക്കും, ചിലപ്പോൾ മിണ്ടാതാവും. പക്ഷെ നമുക്ക് അതിനേക്കാളൊക്കെ വലുതാരാം? പടച്ചോനാണ് അല്ലേ. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്തതിൻ്റെ പേരിൽ ഫ്രണ്ട്സ് നമ്മളെ ദേഷ്യപ്പെടുകയാണെങ്കിൽ അത് പോട്ടെ നോക്കണം. കാരണം എന്താ, നമുക്ക് ഏറ്റവും വലുത് പടച്ചോനാണ്, അള്ളാൻ്റെ ഇഷ്ടമാണല്ലോ വലുത്. അള്ളാഹ് വിചാരിച്ചാൽ അവർ നന്നായിട്ട് നമ്മുടെ കൂടെ വീണ്ടും ഫ്രണ്ട്സായിട്ട് വരും. അതുകൊണ്ട് അവർ തെറ്റിപ്പോകുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തെറ്റുകൾ തടയാതിരിക്കരുത്. ഏറ്റവും നല്ല കൂട്ടുകാരെന്ന് പറഞ്ഞാൽ എന്താ, ഒരു കണ്ണാടി പോലെയാണെന്നൊക്കെ പറയാറുണ്ടല്ലോ അല്ലേ. കണ്ണാടി എന്താ ചെയ്യാം, കണ്ണാടിൻ്റെ മുന്നിൽ പോയി നമ്മൾ നിന്നാൽ നമുക്ക് കണ്ണാടി ഒരു ഫിൽറ്ററിംഗ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് നേരെ നമ്മുടെ കാര്യങ്ങൾ കാണിച്ചു തരും. നമ്മുടെ മുഖത്തൊരു പാടുണ്ടെങ്കിൽ അത് കാണിച്ചു തരും, നമ്മുടെ മുടി നരച്ചിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചു തരും, ഇവിടെ ഒരു അടയാളം ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരും. നമ്മളിപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഫോട്ടോ ഇടുമ്പോൾ ചിലപ്പോൾ അതൊക്കെ ഫിൽറ്റർ ചെയ്തിട്ടൊക്കെ ഒഴിവാക്കിയിട്ടൊക്കെ ഇടുക. പക്ഷേ കണ്ണാടി അങ്ങനെയല്ല, കണ്ണാടി നമുക്ക് ഉള്ളതുപോലെ കാണിച്ചു തരും. ഇതുപോലെയാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ. നമുക്ക് നമ്മളുടെ കുറവുകൾ കാണിച്ചു തരുന്ന ഫ്രണ്ട്സ് ഉണ്ടാവുക. അത് മാത്രമല്ല നമ്മളത് തിരുത്താൻ നമ്മളോട് ഒരാളോട്, അതും അതിൽ പ്രധാനമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു തെറ്റ് ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ അവരോട് ദേഷ്യപ്പെടുന്നല്ല ചെയ്യേണ്ടത്, നമ്മളത് തിരുത്താൻ തോന്നുക, നമുക്ക് സന്തോഷം തോന്നുക, നമ്മുടെ തെറ്റ് തിരുത്തി തരുന്നവനെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് വിശാലമായ മനസ്സെന്ന് പറഞ്ഞാൽ. ആ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ നന്മകൾ ഒരുപാടുണ്ടാവാൻ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.